ദൈവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം, തയ്യാറായിരിക്കണം. അപ്പം നിങ്ങളുടെ ഇടവക പള്ളികളിൽ പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും അച്ഛന്മാർ അങ്ങോട്ട് ചോദിച്ചാൽ കുമ്പസാരിപ്പിക്കും. ഉടമ്പടി വലിയ വിശേഷങ്ങളൊന്നും അവരോട് പറയേണ്ട കാര്യം അവർക്ക് അറിയത്തില്ല, അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാം. കാര്യം നമ്മൾ എല്ലാം കർത്താവിൻ്റെ വചനം പോലെ അതാത് കാലങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് KCBC നമുക്ക് KCBC തിയോളജി കമ്മീഷൻ സെക്രട്ടറിയും വന്നിട്ടാണ് ഇവിടെ വന്ന് പറയണത്. അതായത് അവൻ പറയണ പോലെ ചെയ്യുവിൻ എന്ന് പറയുന്നതിന്, അത് ചെയ്തുകൊള്ളാമെന്ന് നമ്മൾ പറയുന്ന പ്രത്യുത്തരത്തിന് കൃപാസനത്തെ പറയുന്ന പേരാണ് മരിയൻ ഉടമ്പടി. അതാര് പറഞ്ഞതാണ്? KCBC തിയോളജി കമ്മീഷൻ സെക്രട്ടറി ഇവിടെ വന്ന് പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ സ്റ്റാൻലി അച്ഛൻ, മാതിരപ്പള്ളി അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ചതിന് ഔദ്യോഗികമായിട്ട് മാതാവ് എല്ലാവർക്കും വ്യക്തമായ ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ട്, വ്യക്തമായ ഉൾക്കാഴ്ച. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ദൈവത്തിൽ നിലനിർത്തണതും ദൈവം നമ്മുടെ അടുത്തേക്ക് വരണതും പിതാവ് പുത്രൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളുമായിട്ട് ഐക്യപ്പെടുന്നതും ഇങ്ങനെ ഐക്യത്തിൻ്റെ ഒരു വലിയ ദൈവിക സ്വർഗീയ പദ്ധതിയിലൂടെയാണ്, നമ്മൾ ഉടമ്പടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നിലനിൽക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പ്രവേശിക്കുകയാണ്. രോഗം ഉള്ളയിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലുകയോ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധനയെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, കൃപാസനത്തിലെ ഏറ്റവും വലിയൊരു സമയമാണിത്. ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയപ്പോൾ മാരകമായ രോഗം സൗഖ്യപ്പെട്ട സാക്ഷ്യം ഈ ആഴ്ച കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. ഈ സമയം അമ്മ മാതാവ് നമുക്ക് ജീവനോടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദയവായിട്ട് രോഗമുള്ള ഏതെല്ലാം ഇടത്ത്, കിഡ്നി ട്രബിളുള്ളവർ പുറകിലും, ഉദര രോഗികൾ മുന്നിലും, മക്കളില്ലാത്ത അടിവയറ്റിലും, ശ്വാസകോശ രോഗികൾ നെഞ്ചിലും, പ്ലീഹ അസുഖമുള്ളവർ നെഞ്ചിൻ്റെ താഴെയും, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിലും, മെനിഞ്ചിറ്റിസ് ഉള്ളവർ വന്നവർ നെറ്റിയിലും, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലും, എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് വിഷമതകളുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. രോഗികളെയും സ്പർശിക്കണമേ, എല്ലാ വേദനകളെയും ഏറ്റെടുക്കണമേ. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു.
കർത്താവെ അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടനെ കേളി നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ മഹോരോഗസ്യപ്പെടുത്തിയവനെ, കർത്താവെ തർവാരോഗസ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, ഈശോ ഈശോ നിന്റെ വിശുദ്ധമായ ത്രിപുരമാർന്ന് വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കർത്താവെ അവർക്ക് രോഗങ്ങളുണ്ടോ അവിടെ എല്ലാം കർത്താവ് കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിക്കണമേ, കർത്താവെ മാരക രോഗികളെ സ്പർശിക്കണമേ, ഈശോയെ ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ. അനുപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹിബുകളിൽ പ്രശ്നമുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ, തൈറോയിഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ, കർത്താവ് ENT ആയിട്ടുള്ള ട്രബിൾ ഉള്ളവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്പോണ്ടിലോസ് ഉള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ, കർത്താവ് ഹൃദയ രോഗികളെ, കർത്താവ് വാൽവിന് കർത്താവ് കേടുള്ളവരെ, വാൽവിന് ബ്ലോക്ക് ഉള്ളവരെ സ്പർശിക്കണമേ, തലച്ചോറ് ബ്ലോക്കായിരുന്നു സ്പർശിക്കണമേ, കിടപ്പ് രോഗികളെ കർത്താവെ സ്പർശിക്കണമേ. എല്ലാ തരത്തിലും കർത്താവെ അനങ്കം പാടില്ലാതെ ഐസിയുവിലും കർത്താവ് വീട്ടിൽ കിടപ്പായിട്ട് കിടന്ന് കഴിയുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണം കർത്താവെ, വാത രോഗികളെ സ്പർശിക്കണം കർത്താവെ, പിസ്റ്റുല രോഗികളെ സ്പർശിക്കണം കർത്താവെ, PCOD രോഗികളെ സ്പർശിക്കണം കർത്താവെ, കർത്താവ് അറിയാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവർ കർത്താവെ, ശരീരം വേർക്കുന്നവർ, കൈവേള വേർക്കുന്നവർ കർത്താവെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കർത്താവെ, മൂക്ക് ഒലിപ്പുള്ളവർ കർത്താവ്, മൂക്കിന് ദശ വളരുന്ന കർത്താവെ, മൂക്കിന് കർത്താവ് പാലം കർത്താവ് ബ്ലോക്കാകുന്ന കർത്താവ്, വളഞ്ഞിരിക്കുന്ന കർത്താവ്, ജന്മന ട്രബിളുള്ളവർ കർത്താവ്, ഓട്ടിസം രോഗികൾ കർത്താവ്, യേശു അവസ്ഥാ രോഗികൾ കർത്താവ്, യേശുവേ യേശുവേ ജീവിക്കുന്ന ദൈവമേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരക രോഗികള്, തീരവേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗികള് സൗഖ്യമാകട്ടെ, സോറിയാസിസ് രോഗികള് സൗഖ്യമാകട്ടെ, ത്വക്ക് രോഗികള് യേശുവിന്റെ നാമത്തില്, കരൾ രോഗികള് യേശുവിന്റെ നാമത്തില്, ചെവി രോഗികള്, കണ്ണമുട്ടകൾ വേദന ഉള്ളവര് യേശുവിന്റെ നാമത്തില്, നട്ടല് രോഗികള്, നടുവേദന കർഷകർക്ക് വീക്കമുള്ളവര്, വേദന ഉള്ളവര്, അസ്ഥികളെ ദഹിക്കുന്നവര്, ദഹിക്കുന്നവര് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, പരീക്ഷ എഴുതുന്ന മക്കള്, കൃപാസനത്തിൽ ഒരു 5 ദിവസം ഞങ്ങൾ തുറന്നപ്പോൾ തന്നെ സാമ്പത്തികമായ ബാധ്യതകളാലെ ആത്മഹത്യയുടെ വക്കെത്തിയ ആൾക്കാർ ഒത്തിരി പേരെ കണ്ടു. അവരെല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഇപ്പം കടബാധ്യതയുള്ളവർ ഞങ്ങൾ വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവർ, സ്ഥലവും വീടും ഇല്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജീവിത മാർഗം മുട്ടിപ്പോയവര്, മക്കൾ അന്യൻ്റെ പിറകെ പോയവര്, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര്, ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിയുന്നവര്, ഡൈവേഴ്സിന് അടുത്ത് വരുന്നവര്, അതിൻ്റെ കേസ് നടത്തുന്നവര്, കേസ് കൊടുക്കാൻ പോകുന്നവര്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, വരാൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയവര്, ജോലി നഷ്ടപ്പെട്ടവര്, കർത്താവ് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, കർത്താവ് പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഒറ്റയ്ക്ക് പാട്ടത്തിന് ഒക്കെ താമസിക്കുന്നവര്, കർത്താവ് എല്ലാ മേഖലകളിലും ഉള്ള മക്കളെ, എല്ലാ തകർച്ചയിലെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്ന അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം അവരുടെ വേദനകൾ പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും എല്ലാ കർത്താവെ അവരുടെ എല്ലാ വസ്തുക്കളും, ഈ ആരാധന പങ്കെടുക്കുന്നവരെ അവിടെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറാൻ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാദാനിൻ ദിവ്യമാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല.
ഇവിടെ സമാപന ആശീർവാദനായി മുട്ടുകുത്തുക. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചുടമ്പടി ഈ വാളൊക്കെ വേണ്ടാകണമേ. ഉടമ്പടിയിലെ ഓരോ നിയോഗങ്ങളും ഓരോ പ്രമേയങ്ങളും ഞങ്ങൾ ചെയ്യുമ്പോൾ കർത്താവേ, അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ, പിതാവായ ദൈവത്തെ മനസ്സിലാകട്ടെ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന 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 യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ